തരുൺ മൂർത്തിയുടെ തുടരും എന്ന ചിത്രത്തിലൂടെ മോഹൻലാലിന് മികച്ച വിജയം നേടിക്കൊടുത്ത പ്രകാശ് വർമ്മ ആരാണ്? ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തനായ പരസ്യ സംവിധായകരിൽ ഒരാളാണ് പ്രകാശ് വർമ്മ. സൂസുകളെ ഉൾപ്പെടുത്തി വോഡഫോണിന്റെ പ്രശസ്തമായ പരസ്യങ്ങളിലൂടെ അദ്ദേഹം പ്രശസ്തനാണ്. CI ജോർജ് മാത്തനെ ആദ്യമായി സ്ക്രീനിൽ കാണുമ്പോൾ അദ്ദേഹത്തിന് ഇത്രയും പ്രാധാന്യമുണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കില്ല. തുടക്കത്തിൽ അദ്ദേഹം ഒരു നല്ല സഹകഥാപാത്രമായിട്ടാണ് പ്രത്യക്ഷപ്പെടുന്നത്. കൂടുതൽ സ്ക്രീൻ സമയം ലഭിക്കാൻ സാധ്യതയില്ല. എന്നാൽ തുടരും വികസിക്കുമ്പോൾ ജോർജ് തന്റെ യഥാർത്ഥ ഭീകര സ്വഭാവം വെളിപ്പെടുത്തുകയും ക്രൂരനും ദുഷ്ടനുമായിട്ടുള്ള വില്ലനായി സ്വയം വെളിപ്പെടുത്തുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ സിനിമ അവസാനിക്കുമ്പോൾ പ്രേക്ഷകരുടെ മനസ്സിൽ ഒരു ചോദ്യം നിൽക്കുന്നു. സംവിധായകൻ തരുൺ മൂർത്തിയുടെ തുടരുന്നതിന്റെ ആകർഷണത്തിന് ഗണ്യമായ സംഭാവന നൽകിയ പ്രകാശ് വർമ്മ ആരാണ്? ഇത്രയും മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടും അദ്ദേഹത്തിന്റെ മുൻകാല പ്രകടനങ്ങളോ ഒരു വ്യക്തി എന്ന നിലയിൽ പോലും നമുക്ക് ഓർമ്മിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? ശരി, കാരണം ഇത് അദ്ദേഹത്തിന്റെ ആദ്യ ചിത്രമായിരുന്നു. ഞെട്ടിപ്പിക്കുന്നതാണ് അല്ലേ? പക്ഷെ അത് സത്യമാണ്. എന്നിരുന്നാലും അദ്ദേഹം സൃഷ്ടിപരമായ മേഖലയിൽ പുതുമുഖമല്ല. പക്ഷെ ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തനായ പരസ്യ ചലച്ചിത്ര നിർമ്മാതാക്കളിൽ ഒരാളാണ്. സൂസുകളെ ഉൾപ്പെടുത്തി വോഡഫോണിന്റെ പ്രശസ്തമായ പരസ്യങ്ങളിലൂടെ പ്രശസ്തനാണ്. ഇൻക്രെഡിബിൾ ഇന്ത്യ, കാഡ്ബറി, ഇന്ത്യൻ റെയിൽവേസ് എന്നിവയ്ക്കായി അദ്ദേഹം പരസ്യ ചിത്രങ്ങളും തയ്യാറാക്കിയിട്ടുണ്ട്. ഇന്ത്യക്കാർക്കിടയിൽ പഗ്ഗുകളെ പ്രിയപ്പെട്ട നായകനമാക്കി മാറ്റിയ ഹച്ചിന്റെ ആൺകുട്ടിയും നായക്കുട്ടിയും ക്യാമ്പയിനുകൾ ആർക്കാണ് മറക്കാൻ കഴിയുക? സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ മമ്മൂട്ടി നായകനായ നൻപകൽ നേരത്ത് മയക്കം എന്ന ചിത്രത്തിന് പ്രചോദനമായി പ്രവർത്തിച്ച ഗ്രീൻ പ്ലേ പരസ്യത്തിന്റെ പിന്നിലെ ബുദ്ധി കേന്ദ്രവും പ്രകാശ് വർമ്മയായിരുന്നു. ബോളിവുഡ് ബാദ്ഷാ ഷാരൂഖ് ഖാനെ ഉൾപ്പെടുത്തി ദുബായ് ടൂറിസത്തിനായുള്ള പരസ്യങ്ങളും അദ്ദേഹം സംവിധാനം ചെയ്തു. നിർവാണ ഫിലിംസിന്റെ സംവിധായകനും സഹസ്ഥാപകനുമായ പ്രകാശ് കിറ്റ്കാറ്റ്, കോഹിനൂർ ഇന്ത്യ, ബിസ്ലറി, കാമറി, ഫോൺപേ, അൾട്രാടെക്, താജ്മഹൽ ടീ തുടങ്ങിയ വൻകിട കമ്പനികൾക്കായുള്ള പരസ്യങ്ങളും തയ്യാറാക്കിയിട്ടുണ്ട്. കേരളത്തിലെ ആലപ്പുഴ ജില്ലക്കാരനായ പ്രകാശ് SD കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. മുതിർന്ന ചലച്ചിത്ര നിർമ്മാതാക്കളായ AK ലോഹിദാസിന്റെയും വിജി തമ്പിയുടെയും അസിസ്റ്റന്റ് ഡയറക്ടറായി സേവനമനുഷ്ഠിച്ച ശേഷം VK പ്രകാശിന്റെ ട്രെൻഡ്സ് ആൻഡ് ഫിലിം മേക്കേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡിൽ ചേർന്നു. ഒടുവിൽ 2001 നിർവാണ ഫിലിംസ് ആരംഭിച്ചു. സിനിമാനിക്കേഷന്റെ അടിസ്ഥാന കാര്യങ്ങൾ, വ്യാകരണം, മനോഹരമായ ഒരു ഘടന സൃഷ്ടിക്കൽ കാര്യങ്ങൾ ലളിതമായി സൂക്ഷിക്കൽ എന്നിവയെല്ലാം ഞാൻ ട്രെൻഡ്സിൽ നിന്നാണ് പഠിച്ചത്. 2009 ബാംഗ്ലൂർ മിററുമായുള്ള ഒരു ചാറ്റിൽ അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയിൽ സൂസുകൾ ട്രെൻഡായിരുന്ന സമയത്ത് രസകരമെന്ന് പറയട്ടെ, മോഹൻലാലിനോടുള്ള പ്രകാശ് വർമ്മയുടെ തികഞ്ഞ ആരാധനയാണ് തുടരുമിൽ പ്രവർത്തിക്കാൻ പ്രകാശ് വർമ്മ സമ്മതിച്ചതെന്ന് മനോരമ ന്യൂസ് റിപ്പോർട്ട് ചെയ്തു. സിനിമയുടെ സഹ എഴുത്തുകാരൻ KR സുനിലിന്റെ സുഹൃത്തായ പ്രകാശിനെ മലയാളത്തിലെയും തമിഴിലെയും നിരവധി അഭിനേതാക്കളെ പരിഗണിച്ചതിനും ജോർജ് എന്ന കഥാപാത്രത്തിനായി നിരവധി ഓഡീഷനുകൾ നടത്തിയതിനും ശേഷം സംവിധായകൻ തരുൺ തിരഞ്ഞെടുത്തു. ഷൺമുഖം എന്ന കഥാപാത്രത്തെ മോഹൻലാലിന്റെ മാസ്റ്റർ പീസ് ചിത്രവുമായി സാമ്യമുള്ള പ്രകാശിന്റെ പ്രകടനത്തിന് നന്ദി. തുടരും വ്യാപകമായ അംഗീകാരം നേടി. ഇപ്പോൾ തിയേറ്ററുകളിൽ വിജയകരമായി പ്രദർശനം തുടരുന്നു.